വളരെ വോളറ്റൈലായിട്ടുള്ള ട്രേഡിംഗ് സെഷനായിട്ടും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും നിഫ്റ്റി 0.14% ഉയർന്ന് 25,418 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് റിയാലിറ്റി, കൺസ്യൂമർ, ഓട്ടോ സെക്ടറിലെ സ്റ്റോക്കുകളാണ് ഇൻഡെക്സിനെ ഹയർ സൈഡിലേക്ക് നീങ്ങുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്. അതേസമയം PSU, മെറ്റൽ, മീഡിയ സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും കാണാൻ സാധിച്ചു. ബ്രോഡർ മാർക്കറ്റിൽ മിഡ് ക്യാപ് ഇൻഡെക്സ് 0.08%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.13% ഇടിഞ്ഞു. മാർക്കറ്റ് ബ്രെഡ്ത്ത് പരിശോധിക്കുകയാണെങ്കിൽ 2241 സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലും 1780ഓളം സ്റ്റോക്കുകൾ ബൈയിങ് സൈഡിലുമായിരുന്നു. ഇന്ന് ഇന്ത്യയുടെ WPI ഇൻഫ്ലേഷൻ ഡേറ്റ കൂടി പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ 4 മാസത്തെ ഏറ്റവും താഴ്ന്ന WPI ഇൻഫ്ലേഷനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഡേറ്റകളെല്ലാം മാർക്കറ്റിന് അനുകൂലമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറാണ് റിയാലിറ്റി സെക്ടർ. റിയാലിറ്റി സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ശോഭ 3.75, പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്റ്റ് 3%, ഒബിറോ റിയാലിറ്റി 0.6, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 0.5, മൈക്രോടെക് ഡെവലപ്പേഴ്സ് 0.4, ബ്രിഗേഡ് എൻ്റർപ്രൈസസ് 0.2% ഉയരുകയും ചെയ്തു. ഇവിടെ റിയാലിറ്റി സെക്ടറിലെ തന്നെ ചില സ്റ്റോക്കുകൾ അണ്ടർ പെർഫോം ചെയ്യുകയാണ്. സൺടെക് റിയാലിറ്റി 2.2% ഇടിഞ്ഞു. മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് 1.17% ഇടിഞ്ഞു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ചില സ്റ്റോക്കുകളിൽ സ്റ്റോക്ക് സ്പെസിഫിക് മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിരുന്നു. ദ്രോണാചാര്യ ഏരിയൽ ഇന്നോവേഷൻ എന്ന സ്റ്റോക്ക് ഇന്നത്തെ ദിവസം 2.83% ഇടിഞ്ഞു. ഹെവി പേലോഡ് ലോജിസ്റ്റിക് ഡ്രോൺ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി $2,40,000 ഒരു ഓർഡർ കൂടി ദ്രോണാചാര്യ ഏരിയൽ ഇന്നോവേഷൻ എന്ന കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു. ടോറൻറ്റ് പവർ എന്ന കമ്പനി ഗുജറാത്ത് ഗവൺമെൻറ്റുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 5 GW സോളാർ, വിൻഡ്, സോളാർ ഹൈബ്രിഡ് എനർജി നൽകുന്നതിന് വേണ്ടിയാണ് ഡീലിലെത്തിയിരിക്കുന്നത്. കാർബോറണ്ടം യൂണിവേഴ്സൽ എന്ന കമ്പനി ഷെയർ പർച്ചേസ് എഗ്രിമെൻറ്റ് വഴി സിലിക്കൺ കാർബൈഡ് പ്രൊഡക്റ്റ് എന്ന കമ്പനിയുടെ 100%ഓളം സ്റ്റേക്കുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 3.5% ഉയരുകയും ചെയ്തു. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് എന്ന സ്റ്റോക്ക് ഇന്ന് 0.24% മാത്രമാണ് ഉയർന്നത്. കമ്പനി മൈക്രോസോഫ്റ്റുമായി ചേർന്ന് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്ന ചില IPOകളുടെ അപ്ഡേറ്റ് സെഷനിലേക്ക് കടക്കാം. വെസ്റ്റേൺ കാരിയേഴ്സ് ഇന്ത്യ എന്ന IPOയ്ക്ക് മികച്ച റെസ്പോൺസ് ലഭിക്കുന്നുണ്ട്. IPO 8.36% സബ്സ്ക്രൈബ് ആവുകയും ചെയ്തു. 163 രൂപയുടെ ലോവർ പ്രൈസ് ബാൻഡും 172 രൂപയുടെ അപ്പർ പ്രൈസ് ബാൻഡുമാണുള്ളത്. രണ്ടാമത്തേത് നോർത്തേൺ ആർക്ക് ക്യാപിറ്റൽ എന്ന സ്റ്റോക്കാണ്. നോർത്തേൺ ആർക്ക് ക്യാപിറ്റലിൻ്റെ IPO 7.95% സബ്സ്ക്രിപ്ഷൻ ലഭിച്ചിട്ടുണ്ട്. ഈ IPO സെപ്റ്റംബർ 16 ആരംഭിച്ച് 19 അവസാനിക്കുക. 249 രൂപയുടെ ലോവർ പ്രൈസ് ബാൻഡും 263 രൂപയുടെ അപ്പർ പ്രൈസ് ബാൻഡും. അതുപോലെ തന്നെ ആർക്കേഡ് ഡെവലപ്പേഴ്സ് എന്ന കമ്പനി 32,46,670 ബിഡുകൾ ലഭിക്കുകയും കമ്പനിക്ക് ലഭിച്ച അല്ലെങ്കിൽ ഈ IPOയ്ക്ക് ലഭിച്ച സബ്സ്ക്രിപ്ഷൻ 13.65% ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ സെപ്റ്റംബർ 16 ആരംഭിച്ച് സെപ്റ്റംബർ 19 ആർക്കേഡ് ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുടെ IPOയും അവസാനിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച മറ്റൊരു പ്രധാന സ്റ്റോക്കാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിന് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ഫിലിപ്പ് ക്യാപിറ്റൽ ബൈ എന്ന റേറ്റിംഗും 240 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. 210 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ IPO 4ാമത്തെ ഏറ്റവും മികച്ച സക്സസീവ് IPO ആയി മാറിയിട്ടുണ്ട്. BLS ഇ സർവീസ്, പ്രീമിയർ എനർജീസ്, യൂണികൊമേഴ്സ് ഇ സൊല്യൂഷൻസ് തുടങ്ങിയ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ IPOയ്ക്ക് മികച്ച റെസ്പോൺസാണ് ലഭിക്കുക. ഇവിടെ ഫിലിപ്പ് ക്യാപിറ്റൽ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന കമ്പനി ലീസ് റെൻ്റൽ ഡിസ്കൗണ്ടിങ്ങിൽ നിന്നും വളരെ മികച്ച രീതിയിലുള്ള ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ന്യൂസുകളുടെ പശ്ചാത്തലത്തിൽ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന കമ്പനി അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1.5 ലക്ഷം കോടിയായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതും ബജാജ് ഹൗസിംഗ് ഫിനാൻസിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.